അപ്പം ദൂരെ നിന്ന് കണ്ടിട്ട് ഇസഹാക്ക് അങ്ങനെ വെളിമ്പ്രദേശത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ റിബേക്കയ്ക്ക് ആളെയൊന്നും മനസ്സിലായില്ല, തൻ്റെ ഭർത്താവാകാൻ പോകുന്നവനാണെന്ന് മനസ്സിലായൊന്നുമില്ല. പക്ഷെ ഒരു പുരുഷനാണെന്ന് മനസ്സിലായപ്പോൾ അവരെന്നാ ചെയ്തത്, ഇസഹാക്കിനെ കണ്ടപ്പം അവൻ ഒട്ടോപ്പുറത്തോട് ചാടിക്കയറിയെന്നാണ് എന്ന് പറയുന്ന മതിമാരെ. ഓട്ടോപ്പുറത്തുനിന്ന് ഇറങ്ങി ഒരു മൂടുപടം എടുത്ത് മൂടി ഉള്ള തുണിയും കൂടെ വലിച്ച് കളഞ്ഞെന്നാണ്. എക്സ്പോസ് ചെയ്തെന്നല്ല, കവറിങ് ചെയ്തു. ഒരു പുരുഷനെ കണ്ടപ്പോൾ ഒട്ടോപ്പുറം താണു ഇറങ്ങി. താഴ്മയും വിനയവും സൗമ്യതയും നിന്റെ കുഞ്ഞുങ്ങളെ നീ പഠിപ്പിച്ചു വിടണം. നരച്ച തലയെ ബഹുമാനിക്കാൻ. ഒരു ദൈവദാസൻ വീട്ടിൽ കയറി വന്നാൽ കാലുമ്പയിൽ കാലും കയറ്റി ഇരിക്കാനല്ല, എഴുന്നേക്കാൻ ഒക്കെ തലമുറയെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. എക്സ്പോസ് ചെയ്യുന്നല്ല, മൂടുപടമിട്ട് മാടി നാണം കേടാ ചിലത് കാണുന്നത്. ഇപ്പോൾ എന്തുവാ സേവ്ഡ് ഡേറ്റ്, കല്യാണം അങ്ങോട്ടാ കുറച്ച് കഴിയുമ്പോൾ ഇതുകൂടെ എല്ലാം വിട്ടു ഇതുപോലെ അങ്ങ് വിടുക. നിൻ്റെ തലമുറയെ കൊണ്ട് സേവ് ഡേറ്റ് നീ ജയിപ്പിച്ചേക്കരുത്. എന്തോ ഇത്. അമേരിക്കയിലൊക്കെ പോയപ്പോൾ ഞാൻ പ്രസംഗിച്ചു, മക്കളെ നിൻ്റെ കല്യാണം നടത്തുന്ന നിൻ്റെ അപ്പനി കൊണ്ടു നിർത്തുമ്പം മനസ്സില്ലാ മനസ്സോടാകരുത്. അയാൾക്ക് നിർവാഹമില്ല, എന്ത് ചെയ്യാനാ? ഉള്ള ശരീര പ്രദർശനമാണ്. നഗ്നത പ്രദർശിപ്പിക്കാനല്ല വസ്ത്രം ധരിക്കേണ്ടത്, നഗ്നത മറയ്ക്കാനാ. അത് തലമുറയെ പഠിപ്പിക്കണമെന്നേ ഞാൻ പറഞ്ഞു. അവിടെയൊക്കെ ഇതൊക്കെ പോവല്ലേ. ഒരു ദൈവദാസൻ കണ്ണടച്ച് നിർത്തി നിൻ്റെ കല്യാണം നടത്താൻ ഇടവരുത്തരുത്. മൂടുപടം കൊണ്ട് മൂടി. ഇതൊക്കെ ബഹുമാനവും ആദരവും ഫെമിനിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടില്ല. വീട്ടിൽ പഠിപ്പിക്കണം. ഒരു കുഞ്ഞ് ഒരു മോളെ എത്രയോ കല്യാണം ഞാൻ നടന്നത്. ഒരു പെങ്കൊച്ച് നന്നാണോ എന്നറിയാൻ അമ്മ ആരാന്നറിഞ്ഞാൽ മതി. അമ്മയുടെ സ്വഭാവം നോക്കിയാൽ മതി കെട്ടുമ്പോൾ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. തീത്തോസ് 2:4. പെട്ടെന്ന് തീത്തോസ് 2:4 ആണോ? ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് കണ്ട ശീലിപ്പിക്കണമെന്ന. ഇത് മൂപ്പത്തികളോട് പറയുക, അല്ലെ എൽഡേഴ്സിനോട് പറയുക, പ്രായമായവരോട് പറയുക. സഭയിലെ പ്രായമായവർ, വീട്ടിലെ പ്രായമായവർ, അവരുടെ ഉത്തരവാദിത്വം എന്താ? ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ, ഒന്നുകൂടെ വായിച്ചേ. ആരാ വായിച്ചേ? കണ്ടോ, ഭർത്തൃപ്രിയമാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും, കണ്ടോ, വീട്ടുകാര്യം നോക്കുന്നവരും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിപ്പം ശീലിപ്പിക്കണം. എന്താ ഈ ഡൈവേഴ്സ് വരുന്നേ? നമ്മൾ ശീലിപ്പിക്കണം ചിലത്. ഈ കല്യാണം എന്നൊക്കെ നടത്തും പിള്ളേരോട് ചോദിക്കും വല്ല ഉണ്ടാക്കാനൊക്കെ അറിയാവോ എന്ന്. ഇപ്പം യൂട്യൂബ് ഉണ്ടല്ലോ അല്ലേ. ചിലത് വലിയ അഭിമാനം, എൻ്റെ കുഞ്ഞിന് ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയില്ല. നമുക്ക് ചിലതൊക്കെ പറയുമ്പോൾ വലിയ നീട്ടല. സ്തോത്രം. ശീലിപ്പിക്കണം, നമ്മൾ ശീലിപ്പിക്കണം. ഒരു കുഞ്ഞിനെ ശീലിപ്പിക്കണം ചിലത്. നമ്മൾ ഈ വേദപുസ്തക വ്യവസ്ഥയെ പണിയപ്പെടുന്നവരാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമായിരുന്നു ആരുടെ? ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും. എന്നാൽ ആ വീട്ടിൽ താളപ്പിഴകളുണ്ടായി. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ ഭൂമിയിലെ ആദ്യത്തെ ഇറങ്ങിപ്പോക്ക് ആ വീട്ടിലാണ്. ഒളിച്ചോട്ടം. ചേട്ടനും അനിയനും തമ്മിൽ തല്ലായി. അതായത് സംഭവിക്കാൻ പാടില്ലാത്തത് അവിടെ സംഭവിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിൻ്റെ കുടുംബം പിശാച് നോട്ടമിട്ടിരിക്കുക. സംഭവിക്കാൻ പാടില്ലാത്തത് പിശാച് സംഭവിപ്പിക്കാൻ നോക്കും. ഇത് പ്രവചനമാണ്. നീ കോട്ട കാത്തുകൊള്ളണം.
ദുഷ്ടന് നിനക്കുള്ളതിൽ അവകാശമില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ പറയണം. നിൻ്റെ കോമ്പൗണ്ടിൽ അവന് കാലുകുത്താൻ കഴിയില്ലെന്ന് പറയണം. കൈയടിച്ച് ശക്തിയോട് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ വീട്ടിൽ ദുഷ്ടപിശാചേ നിനക്ക് സ്ഥാനമില്ല, എൻ്റെ കുഞ്ഞുങ്ങളിൽ നിനക്ക് സ്ഥാനമില്ല, എൻ്റെ തലമുറയുടെ മേൽ നിനക്ക് സ്ഥാനമില്ല. ഹല്ലേലൂയ. തുടർന്നുള്ള വേഗത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പം ഈ ഭക്തന്മാരുടെ വീഴ്ച ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാഴ്ച മാത്രമല്ല, വീഴ്ച എഴുതിയിട്ടുണ്ട്. എന്തിനാണ് എഴുതിയെന്ന് ചോദിച്ചാൽ, ദൈവം മുഖപക്ഷമില്ലാത്തവനെന്നുള്ള തെളിവാണ്. 2, പരിശുദ്ധാത്മാവ് എഴുതിയെന്നതിൻ്റെ തെളിവാണ്. 3-ാമത്തെ ഏറ്റവും പ്രധാന കാര്യം, അവർക്ക് പറ്റിയത് നമുക്ക് പറ്റരുത്. ഈ സെമിനാറിൽ ഞാൻ ഈ വിഷയം എടുക്കുന്നത്, ഭക്തന്മാരുടെ വീട്ടിൽ പലതും പറ്റിയ അബദ്ധം നിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും പറ്റരുത്. 25-ന്റെ 20-ാം വാക്യമായി ഞാൻ പറയുന്നത് ദയവായി ഒന്ന് നോട്ട് ചെയ്തോണം. നിങ്ങൾ ഇനി മുതൽ ഒന്ന് എഴുതിയെടുത്തോണം. 25-ന്റെ 20 മുതലുള്ള വാക്യം വായിക്കാം. ജനസിസ് ചാപ്റ്റർ 25 വേഴ്സ് 20. യെസ്. ആ ആ ആ ആ ഒന്ന് എഴുതിക്കോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ, ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിച്ച് നന്മകൾ നേടുക. ഒന്ന് കുറിച്ചിട്ടോ, അറിയാമെങ്കിലും പ്രാർത്ഥിച്ച് നന്മകൾ നേടണം. ഭാര്യ പ്രസവിക്കാതിരുന്നപ്പോൾ, മക്കളെ കിട്ടാതിരുന്നപ്പോൾ ഇസഹാക്ക് പ്രാർത്ഥിച്ചെന്ന്. ഇസഹാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതം ചെയ്തെന്ന്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ ഏത് പ്രതിസന്ധി വരുമ്പോഴും കൈ കോർത്ത് പിടിച്ച് 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും നൽകി തരുമെങ്കിൽ, പിശാചിൻ്റെ കോട്ടകൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഇടിക്കപ്പെടുമെങ്കിൽ, പിശാച് നിങ്ങൾക്കെതിരെ പോലും വെല്ലുവിളിയും കൊണ്ടുവരുമ്പോൾ തമ്മിൽ കുറ്റപ്പെടുത്തരുത്, മതിലിന്മേൽ ചിതറിയിരിക്കരുത്. ഭർത്താവും ഭാര്യയും കൈ കോർത്ത് പിടിച്ച് ദൈവത്തിൽ മുട്ടിന്മേൽ നിന്ന് കരയണം, പ്രാർത്ഥിക്കണം. ഒന്ന് കൈയടിച്ച് ശക്തിയുടെ സ്തോത്രം പറഞ്ഞാട്ട്. ഏത് പ്രതിസന്ധിയിലും മുട്ടിന്മേൽ നിൽക്കുക, പ്രാർത്ഥിച്ച് നന്മകൾ നേടുക. ഇത് തലമുറ പഠിക്കണം. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമ്മുടെ തലമുറയും പഠിപ്പിക്കണം. എൻ്റെ മമ്മി പ്രതിസന്ധി വന്നപ്പോൾ ഇരുന്ന് കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവൾ പറയണം. എൻ്റെ മമ്മി പ്രാർത്ഥിച്ച് നേടിയത് കണ്ടിട്ടുണ്ടെന്ന് അവൻ പറയണം. ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിച്ച് നന്മകൾ നേടുക. എഴുതിയോ? അതോടൊപ്പം 2, പ്രതിസന്ധികളിൽ ദൈവശബ്ദം കേൾക്കുക. 22-ാം വാക്യം പെട്ടെന്ന് വായിച്ചോ. ആരാ വായിക്കും? തുടർന്ന് നിൽക്കിയപ്പോൾ കണ്ടോ, അവിടെ ചോദിക്കാൻ പോയി വായിക്കേ. അപ്പം ദൈവശബ്ദം അവളോട് പിന്നെ പറഞ്ഞാൽ മതി. അത് കൈവച്ചോണം വായിക്കുന്ന ആളെ, ഹോവ അവളോട്. അപ്പം ദൈവശബ്ദം കേൾക്കണം, ദൈവസന്നിധി ഇരിക്കണം. ഞാനൊരു കാര്യം സഹോദരിമാരോട് പറയട്ടെ, ദൈവശബ്ദം കേൾക്കാൻ പ്രവാചകൻ്റെ അടുക്കൽ പോകേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥിച്ചാൽ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ. അതാദ്യം വിശ്വസിക്കണം. കാരണം ബീമോനച്ചൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പൗലോസിനെ വിളിച്ച ദൈവം, പത്രോസിനെ വിളിച്ച ദൈവം, നിന്നെ വിളിച്ച ദൈവമാണ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നൊരു തെറ്റ് ഞാൻ പറയാം. പണ്ട് ഇച്ചിരി കുറവുണ്ട് ഇവിടെ. നിങ്ങളൊരാളിൻ്റെ അരികിൽ ചെന്ന് ആലോചനയ്ക്കൊന്നും പറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞേ ഒക്കൂ, അല്ലേ? അപ്പം എന്തായാലും അവർ പറയും. ദൈവത്തോടൊപ്പം ഇരുന്നേ. ദൈവത്തിന് നിങ്ങളോട് ഇത് കുറയ്ക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ 1 വാക്കിലും കഴിയും, 100 വാക്കിലും കഴിയും. കഴുതയിലൂടെയും കഴിയും, കരിങ്കൽ ഭിത്തിയിലൂടെയും കഴിയും. ഞാൻ ഇന്നലെ കണ്ടാണ് പ്രസംഗിച്ചെന്ന് പറഞ്ഞു, നമ്മൾ ഈ വീട്ടിനകത്ത് നിങ്ങൾക്ക് അനുഭവിച്ച കാര്യം ഞാൻ പറഞ്ഞേ. ഭയങ്കര തീ പോലത്തെ വിഷയങ്ങളും മനസ്സിനെ ഇങ്ങോട്ട് നീറി, ജോലി സംബന്ധമോ വീടോ ഭാരപ്പെട്ടിരിക്കുമ്പം ചങ്കിനകത്തൊരു വലിയ കല്ലെടുത്ത് വെച്ചോലെ നിങ്ങളിരിക്കുമ്പം
ഭാരപ്പെട്ട് നിങ്ങൾ ഈ അടുക്കളയോട് നടക്കുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ 2 അടി നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അത് തീയെങ്കിൽ മെഴു ഉരുകുന്ന പോലെ അങ്ങ് ഉരുകി അങ്ങ് പോകും അല്ലേ? 1.5 മണിക്കൂറത്തെ പ്രസംഗത്തേക്കാൾ ആ പാട്ടിൻ്റെ അടികൾക്ക് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ കഴിയുന്നില്ല അല്ലേ? അല്ലെ, പെട്ടെന്നൊരു വേദവാക്യം, ഒരു വാക്യം നിങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവ് തരില്ലേ? ഞാൻ പണ്ട് മൂവാറ്റുപുഴയ്ക്കൽ പ്രസംഗിക്കാൻ പോവാം. ഞാൻ സുനുവിനോടൊക്കെ പറഞ്ഞു, ഇവിടെ പപ്പായൊക്കെ ഇവിടെ കോതമംഗലത്തിനടുത്തിരിക്കുമ്പോൾ ഒക്കെ ഞാൻ ബസ്സിലാണെന്നാ പോകുന്നത്. ബസ്സിൽ പോകുന്നത് നിങ്ങൾ ഛർദ്ദിച്ച് ചെല്ലുന്നാൾക്ക് പ്രസംഗിക്കാൻ കഴിയുമോ? ബസ് വളവും തിരിവാണേലും ബസ്സിൽ കയറി മണം അടിച്ചാൽ ഞാൻ ഛർദ്ദിക്കും. ഞാൻ ഒരു ബസ്സിൽ കയറി കോട്ടയത്ത് വന്നു, സൂപ്പർ ഫാസ്റ്റ്. ബസ് നിറയെ ആളാണ്, തിങ്ങി നിൽക്കുകയാണ്. എനിക്കിരിക്കണമെന്നുണ്ട്, ഛർദ്ദിക്കാനും വരിക. ഞാനേതോ മനസ്സിന് ഭാരപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ മൂവാറ്റുപുഴ വളം ട്രാൻസ്പോർട്ട് പൊട്ടിപ്പുറം വളം നിൽക്കുമ്പോൾ ബസ് അവിടെ നിന്നു. എന്നോട് കർത്താവ് പറഞ്ഞു പുറത്തോട്ട് നോക്കാൻ. ഞാൻ ഉള്ളിൽ ഇങ്ങനെ വേദനപ്പെട്ടിരിക്കുക. അപ്പോൾ കത്തോലിക്കരുടെ ഒരു പള്ളിയും സ്കൂളും കൂടാ. ഇപ്പോഴും ഞാൻ അത് കഴിയുമ്പോൾ നോക്കും, താഴോട്ടിറങ്ങുമ്പം ആ ഭിത്തിയിലൊരു വാക്യം, പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ആ വാക്യത്തിൻ്റെ മനോഹാരിത എത്ര വലുതായിരുന്നറിയാം. ദൈവത്തിന് നിങ്ങളോട് ഏത് സമയവും സംസാരിപ്പാൻ കഴിയും. ദൈവശബ്ദം കേൾക്കുവാനുള്ള കാത് നിങ്ങൾക്കുണ്ടെങ്കിൽ, അനുസരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏതു നിമിഷവും ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാൻ കഴിയും. അതിന് ആളെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഞാൻ ഒന്നുകൂടെ ലളിതമായി പറയാം. നീ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയ്ക്ക് ഭാരപ്പെട്ട് ചെന്നിരിക്കുമ്പോൾ അന്ന് പാടുന്ന പാട്ടിലൂടെ ദൈവത്തിന് സംസാരിപ്പാൻ കഴിയും. അതൊന്നും അറിയാതിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയുടെ വായിലെ വാചകത്തിലൂടെ, ഓ ക്ഷമ, ഒരു സഹോദരൻ്റെ വായിലെ വാചകത്തിലൂടെ ദൈവത്തിന് നിന്നോട് സംസാരിപ്പാൻ കഴിയും. അന്ന് ദൈവദാസൻ വായിക്കുന്ന സങ്കീർത്തനം നിന്നോടുള്ള ദൂതായിരിക്കും. അന്നത്തെ പ്രബോധനം നിനക്കുള്ളതായിരിക്കും. നിന്റെ വിഷയമൊന്നും അറിയാതെ എവിടെ നിന്നോ വന്നൊരു അതിഥി പ്രസംഗികൻ അന്ന് പ്രസംഗിക്കുന്ന ദൂത് നിനക്കുള്ളതായിരിക്കും. നിനക്കുള്ള ആലോചനയുമായി ആയിരിക്കും ദൈവം തൻ്റെ ദാസനെ അയച്ചിരിക്കുന്നത്. അന്നേ പ്രാർത്ഥിച്ച് നന്മകൾ നേടുക. 2 പ്രതിസന്ധികളിൽ പറഞ്ഞാട്ടെ ദൈവശബ്ദം കേൾക്കുക. ഇത് ശീലമാക്കണം, മക്കളെ അത് ശീലിപ്പിക്കണം. ഇപ്പോഴായിരുന്നെങ്കിൽ പോയനെ വലിയ പ്രശ്നം, ഹോസ്പിറ്റലിൽ പോകും, അവർ പറയും അബോട്ട് ചെയ്ത് കളയാൻ അല്ലേ? അവിടെ ചെന്ന ദൈവശം കേട്ട് 2 വംശവാ ഉള്ളിൽ. മൂത്തവൻ ഇളയവനെ സേവിക്കും, വാഗ്ദത്തം. അത് ഞാൻ പിന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവസ്ഥ. അതോടൊപ്പം 3-മതൊരു കാര്യം ഞാൻ പറയാം, തമ്മിൽ ധൈര്യപ്പെടുത്തുക. പറഞ്ഞാട്ട് അവർക്ക് പറയൂ, കുടുംബജീവിതത്തിൽ തമ്മിൽ ധൈര്യപ്പെടുത്തണം. തളരുന്ന അവസ്ഥയുണ്ട്, കുഴയുന്ന അവസ്ഥയുണ്ട്, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയുണ്ട്. നിന്നെയും നിൻ്റെ കുടുംബത്തെയും എല്ലാവരും തഴയുന്ന അവസ്ഥ വരും, എല്ലാവരും കൈവിടുന്ന അവസ്ഥ വരും, എല്ലാവരും ഒന്നിച്ച് നിൻ്റെ കുടുംബത്തിൽ നേരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥ വരും. നിങ്ങൾ തമ്മിൽ അപ്പോൾ ധൈര്യപ്പെടുത്തണം. വലിയ കാറ്റടിക്കുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അതായത് ഭാര്യ തളരും, ഭർത്താവ് തളരും. ഏലിയാവ് തളർന്നില്ലേ? ഇത്രയും ശക്തനായ ഏലിയാവ് തളർന്നില്ലേ? ആരും തളരും. ഏത് വലിയ പ്രസംഗിയനും തളരും, പ്രവാചകനും തളരും, പാസ്റ്റർ തളരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നിൻ്റെ പ്രിയപ്പെട്ടവൻ തളർന്നിരിക്കുമ്പം വാക്കുകൊണ്ട് വേദനിപ്പിക്കുകയല്ല പറയേണ്ടത്, അടുത്ത് എന്നിട്ട് പറയണം. അബ്രഹാം ഇസഹാക്കും മോറിയായിലോട്ട് പോകുമ്പം ഇസഹാക്ക് ചോദിച്ചപ്പോൾ തീയുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എവിടെ? അതിന് ഇസഹാക്കിൻ്റെ മറുപടി എന്താ? നീ തന്നെ ആടാ ബലിമൃഗമെന്നാണോ? ഇതല്ല, അബ്രഹാമിന് ഇസഹാക്കിനോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഹോവാ ഇരേ, മകനെ ദൈവം കരുതും. കൈ ഉയർത്തി വാ തുറന്ന് പറ, ഹോവാ ഇരേ. കരമടിച്ച ഇന്ന് രാത്രിയിലത്തെ നിൻ്റെ ഭാരത്തെ നോക്കി പറ, നിന്റെ വേദനയെ നോക്കി പറ, നിന്റെ പ്രശ്നത്തെ നോക്കി പറ, ഹോവാ ഇരേ, ദൈവം കരുതും. ദൈവം കരുതും കുഞ്ഞെ. അച്ചായം വേദനപ്പെട്ടിരിക്കുമ്പോൾ അടുത്ത് എന്നിട്ട് പറയണം, ദൈവം കരുതും അച്ഛാ. അല്ല, ഇയാൾ തന്നെ ഇതിനെല്ലാം കാരണക്കാരൻ താനാ, നിങ്ങളൊരുത്തനാ, നിങ്ങൾ അനുഭവിക്കാതല്ല പറയണ്ടേ. ശരി, ആ പ്രശ്നമൊക്കെ അയാൾ നിമിത്തം ഉണ്ടായതായിരിക്കാം. നമ്മുടെ ദൈവം നമ്മളെ കൈവിടില്ലെന്ന് പറയണം, കരുതുമെന്ന് പറയണം. ഭർത്താക്കന്മാരോടില്ലെങ്കിലും കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിൻ്റെ ഭാര്യ തളരുമ്പം തളരും,
ഭർത്താവ് ധൈര്യപ്പെടുത്തണം. എന്താ വിളിക്കുന്നത്? ജെൻ്റെടി, ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന ദൈവം ഇനിയും കൈവിടില്ല. മക്കൾ ക്ഷീണിക്കുമ്പോൾ അപ്പനും അമ്മയും മക്കളെ ധൈര്യപ്പെടുത്തണം. മക്കളെ, ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന ദൈവം നമ്മളെ കൈവിടില്ല. അപ്പനും അമ്മയും മക്കളാരെങ്കിലും ഉണ്ട്, മക്കളോട് ഞാൻ പറയാം, അപ്പൻ ക്ഷീണിക്കും, അമ്മ ക്ഷീണിക്കും, നീ പറയണം, പപ്പാ മമ്മി, ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന ദൈവം ഇനിയും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. തമ്മിൽ തമ്മിൽ ധൈര്യപ്പെടുത്തണം. പിന്നെ മക്കളെ ഒരുപോലെ സ്നേഹിക്കുക. 25-27 പെട്ടെന്ന് വായിച്ചാട്ട്. യെസ്. ആ ആ ആ ആ ആ ആ കണ്ടോ, വല്ല കാര്യമുണ്ടോ? അമ്മയ്ക്ക് ഇഞ്ചി പക്ഷം, അപ്പന് കൊഞ്ചു പക്ഷം. അപ്പം മൂത്തവനെ സ്നേഹിച്ചു. ഇതാ പല വീട്ടിലും പ്രശ്നം. ആ, അമ്മ ഇളയവനെ സ്നേഹിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊന്നും സഭായത്തിൽ പ്രസംഗിക്ക് കിട്ടത്തില്ല. മക്കളെ ഒരുപോലെ സ്നേഹിക്കണം. പിള്ളേർക്ക് തോന്നും അമ്മയ്ക്ക് എന്നോട് സ്നേഹം കുറവാ. വീട്ടിലെ 5 മക്കളുണ്ട്, 5 പേരെ ഒരുപോലെ സ്നേഹിക്കണം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രശ്നമായിരുന്നു. ആൺപിള്ളേർക്ക് കൊഴുക്കട്ടയും ഇലയപ്പവും കൊടുക്കും, പെൺപിള്ളേർക്ക് പഴുകഞ്ഞിയും കൊടുക്കും. ഒക്കെ മാറിയപ്പോൾ നിൻ്റെ കുഞ്ഞ് അവഗണിക്കുന്നു എന്ന ചിന്ത വരരുത്. വീട്ടിലെല്ലാവരോടും പറയണം അവഗണന. അങ്ങനെ എവിടെ സ്നേഹം കിട്ടുമ്പോൾ അവിടെ പോവും. വീട്ടിൽ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ്. 2 പേരെ ഒരുപോലെ സ്നേഹിച്ചില്ല. അത് കണ്ടു വളരുന്ന മക്കളും പ്രശ്നമുണ്ടാകും. 2 അഭിപ്രായം പാടില്ല. വിശേഷിച്ച് പിള്ളേരെ വഴക്ക് പറയുമ്പം, കേൾക്കുന്നുണ്ടോ ഈ പറയുന്നേ? ഒറ്റ അഭിപ്രായമായിരിക്കണം. പിള്ളേരെ ശാസിപ്പിക്കുമ്പോൾ അപ്പനൊന്ന് പറയുമ്പോൾ അമ്മ സൈഡ് പിടിക്കുക. ഇവിടൊക്കെ അപ്പനെ ഒറ്റ അഭിപ്രായമായിരിക്കണം. പിന്നെ അടുത്തത്, മക്കളെ ഒരുപോലെ സ്നേഹിക്കുക. 5-മതായി മക്കളെ ഒരുപോലെ അനുഗ്രഹിക്കുക. മക്കൾക്ക് ഒരുപോലെ നന്മ. ഒരുപോലല്ലേ ഇവിടെ മക്കൾ ദൈവം തന്നതല്ലേ. ഇവിടെ എന്താ പറ്റിയത്? ഇസഹാക്ക് മൂത്ത മകനെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നു. 27:1-5 വരെ. അമ്മ അത് അടിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നു. കണ്ടോ, പക്ഷം തുടങ്ങിയത് അവിടുന്ന്. ഈ ഇസഹാക്ക് പെട്ടെന്ന് വായിച്ച സഹോദരിമാരെ, 22:1 വായിച്ചേ. ആ ആ ആ ആ ആ ആ മതി, എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പം ഈ പുള്ളിയുടെ ധൃതിയും പറച്ചിലും ഒക്കെ കണ്ടാൽ തോന്നും പുള്ളി ഉടനെ ചാകാൻ പോവാന്ന്. പുള്ളി പറഞ്ഞ അങ്ങനെ ഞാനിപ്പം ചാകുന്ന. പക്ഷെ പുള്ളി ഉടനെ ഒന്നും ചത്തില്ല. 23 വർഷം കൂടെ പുള്ളി ജീവിച്ചിരുന്നു. എത്ര വർഷം? അപ്പം പുള്ളിക്ക് അതൊന്നും അല്ലായിരുന്നു, ഇച്ചിരി നല്ല കാട്ടിറച്ചി തിന്നണമായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? ധൃതി. ഇസഹാക്കിന് ഒട്ടനെ ഏതാണ്ടൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞു. സത്യത്തിൽ ഇസഹാക്ക് എൻ്റെ 2 പേരെയും പിടിച്ച് നിർത്തി അനുഗ്രഹിക്കായിരുന്നു. ഉള്ള അനുഗ്രഹം 2 കൂടെ കൊടുത്താൽ പോരെ. ഇതേ തെറ്റ് ആര് ചെയ്തു? യാക്കോബ് ചെയ്തു. എന്താ ചെയ്തത്? ഇസഹാക്ക് യോസഫിനെ സ്നേഹിച്ചു, അവനെ അങ്കി ഉണ്ടാക്കി കൊടുത്തു. അത് നിമിത്തം അവന് സ്വസ്ഥത കിട്ടിയോ? ഇല്ല. ഒരു അങ്കി ഉണ്ടാക്കി കൊടുത്ത നിമിത്തം എന്തെല്ലാം അയാൾ സ്വയം സഹിച്ചു. പാർഷ്യാലിറ്റി പാടില്ല. ഒരു വിധത്തിലും വീട്ടിൽ പാർഷ്യാലിറ്റി പാടില്ല. മകനെ കൗശലം പഠിപ്പിക്കുന്നു അമ്മ. 27 നമ്മൾ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ വേഗത്തിൽ വിടുക. ഇത് ഒളിച്ചു നിന്ന് കേട്ടിട്ട് അമ്മ പറഞ്ഞു, ഇളയവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി ഒരാടിനെ പിടിച്ചുകൊണ്ട് പോവാ. ഞാൻ അപ്പന് നല്ല അപ്പൻ്റെ ടേസ്റ്റ് അറിയാവുന്ന അമ്മയ്ക്കല്ലേ, ഞാൻ ശരിക്കൊരു മട്ടൻ കറി വെച്ച് തരാം, അപ്പൻ്റെ കൊണ്ടുകൂടെ വേണമെങ്കിൽ. കൊച്ചൻ എല്ലാം നിങ്ങൾക്ക് അറിയാം, വീട്ടിൽ പോയി വായിക്കണേ. കൊച്ചൻ പറഞ്ഞു, അതെ അവന് രോമമുള്ളവനാ, എനിക്ക് രോമമില്ല. അപ്പൻ തിരിച്ചറിഞ്ഞിട്ട് അപ്പൻ ചിലപ്പം ശപിക്കും,
ഉടനെ ഈ സഹോദരി പറഞ്ഞൊരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം, വെറുതെ വാക്കുകൾ വിളിച്ച് പറയരുത്. വായിച്ചേ 27:41. അവൻ്റെ അമ്മ അവനോട്, മകനെ നിൻ്റെ ശാപം വാക്കുകൾ സൂക്ഷിക്കണം. വീട്ടിൽ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം. അവൻ്റെ ശാപം എൻ്റെ മേൽ. ഇതേ യാക്കോബ് ഒരിക്കലൊരു വാക്ക് പറഞ്ഞു. എന്തെന്നറിയാമോ? ലാബാൻ വന്നപ്പം പറഞ്ഞു, നിൻ്റെ ഗ്രഹവമ്പൊന്നും ഞങ്ങളുടെ ഇല്ല, അതാരുടെയിലുള്ളാലും ഉണ്ടെങ്കിൽ പറഞ്ഞേ അവൾ മരിക്കണം. പുള്ളി അറിയാതെ പറഞ്ഞതാ. അയ്യോ, ബേത്ലഹേം പ്രാർത്ഥനയിലെത്തുവാൻ 40 ദിവസം ദൂരമുള്ളപ്പോൾ റാഹേൽ മരിച്ചു. നീ കരഞ്ഞു പ്രാർത്ഥിച്ചത് നിന്റെ നാവ് കൊണ്ട് കളയരുത്. സ്തോത്രം. വായു വരുന്ന എല്ലാം വിളിച്ച് പറയരുത്. അമ്മ പറഞ്ഞു, അവൻ്റെ ശാപം എൻ്റെ മേൽ വരട്ടെ, അപ്പൻ്റെ ശാപം എൻ്റെ മേൽ വരട്ടെ. അമ്മ കളിപ്പീര് പഠിപ്പിച്ചു, രോമം എടുത്തു വെച്ചു. അവനവിടെ ചെന്ന് അപ്പം തപ്പി നോക്കിയപ്പം, ഞാൻ പറഞ്ഞ സമയം പോയി, തപ്പി നോക്കിയപ്പം പറഞ്ഞു, ദേഹം ആരുടെ കൂട്ട് പറഞ്ഞാട്ടെ സഹോദരൻ, ആരുടെ കൂട്ടാ? ഏകവേശാവിൻ്റെ. ശബ്ദം ആരുടെയാ? ഇങ്ങനത്തെ ഒത്തിരി എണ്ണം ആത്മീയ ലോകത്തിലും ഉണ്ട്. ദേഹം ഏശാവിൻ്റെ, ശബ്ദം യാക്കോബിൻ്റെ. ശബ്ദം കേട്ടാൽ ആത്മീയൻ, പ്രവൃത്തി കണ്ടാൽ ജഡീയൻ. സ്തോത്രം. അപ്പം തപ്പി നോക്കി. ഉടനെ അവൻ പറഞ്ഞൊരു കള്ളം കേൾക്കണോ? നിൻ്റെ ദൈവമായ യഹോവ എനിക്ക് നേർക്ക് വരുത്തി തന്നെന്ന് ഉണ്ടോ? കൗശലം പഠിപ്പിച്ചു, കൗശലങ്ങളായി. പണ്ട് ന്യൂസിലാൻഡിലെ ഒരു പ്ലെയിനും ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനും ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനും, എന്നെ നോക്കിയേ, ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരിയും ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനും ഒരേ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചു. ന്യൂയോർക്കിൽ നിന്ന് ന്യൂസിലാൻഡിലേക്കുള്ള യാത്രയിൽ ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരി ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ്റെ പോക്കറ്റടിച്ചു. ഈ സഹോദരിമാർ ചിലരൊക്കെ പ്രാഗൽഭ്യം തെളിച്ചാൽ പിന്നെ സൂപ്പറാ, പോക്കറ്റടിച്ചു. അപ്പോൾ ഇയാൾക്ക് അതിശയമായി, ഇതാരാണെന്നുള്ളത് കണ്ടെത്തിയപ്പോൾ ഇവിടെ ഒരു അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവർ തമ്മിൽ കല്യാണം കഴിച്ചു. ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞിൻ്റെ കൈ നിവരുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പം ഒരു വിധത്തിൽ നോക്കിയപ്പം കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ ലോക്കറ്റാ. പ്രസവം എടുത്ത ഡോക്ടറുടെ ലോക്കറ്റ് ഈ കൊച്ചു പോക്കറ്റടിച്ചു. ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ്റെയും ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരിയുടെയും കുഞ്ഞ് ജനിച്ചപ്പോഴേ പോക്കറ്റടി തുടങ്ങിയെന്ന്. കൗശലം പഠിപ്പിക്കരുത്. ഈ അമ്മ പറഞ്ഞു, ശാപം എൻ്റെ മേൽ വരട്ടെ. ആ അമ്മയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? മൂത്ത മകൻ ശത്രു, ഇളയ മകൻ ഓടിപ്പോയി. 20 വർഷം കഴിഞ്ഞാണ് യാക്കോബ് തിരികെ വരുന്നത്. 24 വർഷം. ആ അമ്മയ്ക്ക് നന്മയൊന്നും കാണാൻ കഴിഞ്ഞില്ല. ശുദ്ധവേദ പുസ്തകം പറയുന്നു, നേരോട് ജീവിക്കുന്നവർക്ക് നന്മയൊന്നും മുടക്കില്ല. നേരോട് നടക്കുക, നന്മ മുടക്കുകയില്ല. നേരോട് നടക്കുക, തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കും. നേരുള്ളവൻ മുടിഞ്ഞു പോകുകയില്ല. നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു. നേരായി നടക്കുന്ന നിർഭയനാകുന്നു. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ എന്താണ് ഇവർക്ക് പറ്റിയ തെറ്റ്? അമ്മയുടെ ധൃതി, അപ്പൻ്റെ ധൃതി. 25:22 ഒന്നുകൂടെ വായിച്ചു. ദൈവം ഓൾറെഡി എന്തു പറഞ്ഞിരുന്നു റാഹേലിനോട്? യെസ്. യെസ്. ദൈവം തമ്പുരാൻ എന്തോ പറഞ്ഞിരുന്നു റാഹേലിനോട്? മൂത്തവൻ ഇളയവനെ, ഇളയവൻ അനുഗ്രഹിക്കപ്പെടും എങ്ങനെ പോയാലും. ദൈവീയ വാഗ്ദത്തത്തിൽ നീ സംശയിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ ധൃതി കാണിക്കണ്ട. ഭർത്താവ് പരിശുദ്ധാത്മാ പറയാ, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല.
ദൈവിക വാഗ്ദത്തം നിൻ്റെ മേൽ, നിൻ്റെ തലമുറ മേൽ ഉണ്ടെങ്കിൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും വാക്കു പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. നിൻ്റെ തലമുറയോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ, നീ അത് കണ്ടിരിക്കും. കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിൻ്റെ തലമുറ ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് നീ അത് കണ്ടിരിക്കും. അവൻ സ്റ്റേജിൽ നിന്നിരിക്കും. ശക്തിയോടെ കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുക. ദൈവമേ, അവൻ തന്റെ നാമത്തിന് മീതെ തന്റെ വാഗ്ദാനം നിവർത്തിക്കുന്നു, വാഗ്ദത്തം നിവർത്തിക്കുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടും. ദൈവം നിന്നോട് വാക്കു പറഞ്ഞെങ്കിൽ ഇപ്പോൾ അതിനെതിരായി, ഇന്ന് രാവിലെ രാത്രി ആരൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, ചിലതൊക്കെ എതിരായിട്ടായിരിക്കും നീ കാണുന്നതെങ്കിലും വാക്കു പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നില്ലായിരിക്കാം, ഇരുട്ടായിരിക്കാം കാണുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കാറ്റ് കടന്നു എന്ന് ആ അന്ധകാരത്തെ നീക്കും. ഓ ഷറഖന സംതന, ആ മേഘത്തെ മാറ്റിക്കളയോ. അബാന ശംദന റിഗല ഹസുന റിയന ഉടമ റിഗുന ഹതുന റിഗല